38 വർഷങ്ങൾക്ക് മുമ്പ് 25,000 പേരുടെ ജീവനെടുത്ത കൊളംബിയയിലെ നെവാഡോ ഡെൽ റുസ് അഗ്നിപർവ്വതം വീണ്ടും സജീവമായി. പസഫിക് റിംഗ് ഓഫ് ഫയർ മേഖലയിൽ ഉൾപ്പെടുന്ന നെവാഡോയിൽ സീസ്മിക് പ്രവർത്തനങ്ങൾ ഉയർന്ന തോതിൽ നടക്കുന്നതായും ആഴ്ചകൾക്കോ ദിവസങ്ങൾക്കോ ഉള്ളിൽ ഒരു പൊട്ടിത്തെറി പ്രതീക്ഷിക്കാമെന്നും അധികൃതർ മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട്. ജനങ്ങളോട് പരിഭ്രാന്തരാകേണ്ടെന്ന് നിർദ്ദേശിച്ച അധികൃതർ മുന്നൊരുക്കങ്ങൾ തുടങ്ങിക്കഴിഞ്ഞു. നിലവിൽ നെവാഡോയിൽ ഓറഞ്ച് അലർട്ടാണ് പുറപ്പെടുവിച്ചിരിക്കുന്നത്. പടിഞ്ഞാറൻ കൊളംബിയയിൽ 17,400 അടി ഉയരത്തിൽ തലയെടുപ്പോടെ നിൽക്കുന്ന നെവാഡോ അഗ്നിപർവ്വതം 1985 നവംബർ 13 അവസാനമായി ശക്തമായി പൊട്ടിത്തെറിച്ചത്. കൊളംബിയയുടെ ചരിത്രത്തിലെ ഏറ്റവും അപകടകരമായ പ്രകൃതി ദുരന്തങ്ങളിൽ ഒന്നായിരുന്നു ഇത്. 20-ാം നൂറ്റാണ്ടിലെ ഏറ്റവും വലിയ അഗ്നിപർവ്വത സ്ഫോടനങ്ങളിൽ ഒന്നുകൂടിയായിരുന്നു അത്. സ്ഫോടനത്തിന് പിന്നാലെ നെവാഡോയ്ക്കും ചുറ്റുമുള്ള പർവ്വത മേഖലകളിലുമുണ്ടായിരുന്ന മഞ്ഞുരുകുകയും ഇത് ശക്തമായ മണ്ണിടിച്ചിലിന് കാരണമാവുകയും ചെയ്തു. നെവാഡോയോട് ചേർന്നുള്ള ആർമെറോ നഗരം തകർന്നടിഞ്ഞു. ഏകദേശം 50,000-ഓളം പേർ ജീവിച്ച ആർമറോയിലെ പകുതിയോളം പേരും ദാരുണമായി മരിച്ചു. ലോകത്തെ ഏറ്റവും പ്രധാനപ്പെട്ട സ്ട്രാറ്റോ വോൾക്കാനോകളിൽ ഒന്നുകൂടിയാണ് ടോലിമ കാൽഡാസ് പ്രവിശ്യകൾക്കിടയിൽ സ്ഥിതി ചെയ്യുന്ന നെവാഡോ. 1883 ഇന്തോനേഷ്യയിൽ പൊട്ടിത്തെറിച്ച ക്രാക്കാറ്റോവ AD 79 റോമൻ നഗരങ്ങളായ പോംപെയ്, ഹെർക്കുലേനിയം എന്നിവയെ തകർത്തെറിഞ്ഞ വെസൂവിയസ് എന്നിവ ചരിത്രത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട സ്ട്രാറ്റോ വോൾക്കാനോ സ്ഫോടനങ്ങളാണ്. അഗ്നിപർവ്വതങ്ങളുടെ കൂട്ടത്തിൽ ഏറ്റവും ഭീകരനാണ് വെസൂവിയസ്. ഇപ്പോൾ ഏകദേശം നിദ്രയിലാണെങ്കിലും ഏതു നിമിഷവും ഒരു ഉഗ്രസ്ഫോടനം ഉണ്ടായേക്കാം. വെസൂവിയസിൽ അതിശക്തമായ സ്ഫോടനമുണ്ടായാൽ അത് ഏകദേശം 2 ദശലക്ഷത്തോളം ജനങ്ങളെ ബാധിക്കുമെന്ന് കരുതുന്നു. 1944 4203 അടി ഉയരമുള്ള വെസൂവിയസ് അവസാനമായി പൊട്ടിത്തെറിച്ചത്. തിളച്ചുരുകിയ മഗ്മ രൂപത്തിലോ ബാഷ്പമായോ അതോ രണ്ടും ചേർന്നോ വൻതോതിൽ ഗ്രഹോപരിതലത്തിലേക്ക് ബഹിർഗമിക്കുന്നതിനെയാണ് അഗ്നിപർവ്വതം എന്ന് പറയുന്നത്. മിക്കപ്പോഴും ഇവ ഉയർന്ന കുന്നുകളുടെയോ പർവ്വതങ്ങളുടെയോ രൂപത്തിലായിരിക്കും കാണുക. ബലകചലനം ഉള്ള പ്രദേശങ്ങളിൽ അഗ്നിപർവ്വതങ്ങളും അഗ്നിപർവ്വത വക്ത്രങ്ങളിൽ നിന്നുള്ള ബഹിർഗമനവും ഉണ്ടാകാനുള്ള സാധ്യത കൂടുതലാണ്. ആഗ്നേയ പ്രക്രിയയിൽ ഒരിനമാണ് അഗ്നിപർവ്വതോദ്ഗാരം, മറ്റേ ഇനം അന്തർവേദനവും. ഭൂവൽക്കത്തിലെ ശിലകളുടെ അടിയിൽ വിതരങ്ങളും വിടവുകളും സൃഷ്ടിച്ച് തിളച്ചുരുകിയ ശിലാദ്രവം മുകളിലേക്ക് ഇരച്ചു കയറുന്ന പ്രക്രിയയാണ് അന്തർവേദനം. അതിൽ അഗ്നിപർവ്വതത്തിലെ പോലെ മാഗ്മ ബഹിർഗമിക്കുന്നില്ല. അഗ്നിയും ചാരവും പാറയും മറ്റും പുറന്തള്ളുന്ന പർവ്വതങ്ങളെ ആംഗലേയത്തിൽ വോൾക്കാനോ പറയുന്നു. ഇവ പുറന്തള്ളുന്ന പർവ്വതങ്ങളെയാണ് വോൾക്കാനോ എന്ന് പറയുന്നത്. ഗ്രീക്ക് പുരാണത്തിലെ അഗ്നിദേവനായ വോൾക്കന്റെ പേരിൽ അറിയപ്പെടുന്ന ഇറ്റലിയിലെ സിസിലിക്കടുത്തുള്ള വോൾക്കാനിക് ദ്വീപിൽ നിന്നുമാണ് അഗ്നിപർവ്വതങ്ങൾക്ക് വോൾക്കാനോ എന്ന് പേര് വന്നത്. AD 79-ാം ശതകത്തിൽ പൊട്ടിത്തെറിച്ച് ഹെർക്കുലേനിയം, പോംപെയ് തുടങ്ങിയ നഗരങ്ങളെ ഒന്നാകെ നശിപ്പിച്ചു കളഞ്ഞ വെസൂവിയൻ സ്ഫോടനത്തെ സംബന്ധിച്ചുള്ള വിവരണം റോമൻ ചരിത്രരേഖകളിൽ പോലുമുണ്ട്. പുകയും തീയും വമിച്ച് എരിഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരു പർവ്വതമായിട്ടാണ് അഗ്നിപർവ്വതത്തെ പൊതുവെ ധരിച്ചിരുന്നത്. ശാസ്ത്രത്തിന്റെ വളർച്ച ഈ ധാരണയെ തച്ചുടച്ചു. തടികളും മറ്റും കത്തുന്നത് പോലെ സാധാരണ ജ്വലനത്തിന് ഇവിടെ പ്രസക്തിയില്ല. ചിലപ്പോൾ വിലമുഖങ്ങളിൽ തീജ്വാലയുമുണ്ടാകാം. ആന്തരികമായ ചൂടുകൊണ്ടല്ല ഇത് സംഭവിക്കുന്നത്. ബാഷ്പങ്ങൾ വായുവുമായി ഇടകലരുമ്പോഴുണ്ടാകുന്ന ഉരസൽ മൂലം തീ കത്തുന്നതാണ്. അഗ്നിപർവ്വത പ്രക്രിയ പർവ്വതാഗ്രങ്ങളിൽ നിന്നും ഉണ്ടാകണമെന്നില്ല. മിക്ക അഗ്നിപർവ്വതങ്ങളും സ്ഫോടനത്തിനു ശേഷം ഉയർന്നു വന്നിട്ടുള്ളവയാണ്. നേപ്പിൾസ് ഉൾക്കടലിന് അഭിമുഖമായി നിൽക്കുന്ന വെസൂവിയസ് ഇതിന് ഉദാഹരണമാണ്. പണ്ട് ഒരു അഗ്നിപർവ്വത ദ്വീപായിരുന്ന ഇത് ഉദ്ഗാരബലമായി കടൽ നികന്ന് കരയുമായി ബന്ധിപ്പിക്കപ്പെട്ടു. ന്യൂസ് ഡെസ്ക്, കേരള കൗമുദി.